ഹലോ ഗായ്സ്, ഇന്നത്തെ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് ഇൻസ്റ്റയിലൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന റീൽസ് കണ്ടിട്ടുണ്ടാവും അല്ലേ? ഗിബ്ലി ഫോട്ടോസ്. അത് നമുക്ക് എങ്ങനെ എഡിറ്റ് ചെയ്യുന്നത് കണ്ടാലോ? അത് ChatGPT ആപ്പിലാണ് ചെയ്യുന്നത്. അപ്പോൾ മിക്കവർക്കും അറിയായിരിക്കും. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യാൻ വിചാരിച്ചത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഗാലറി ഓപ്പൺ ചെയ്തു, അതിലെൻ്റെ ഒരു ഫോട്ടോ എടുത്തു. അത് നേരെ നമ്മൾ ChatGPTയിൽ ഓപ്പൺ ചെയ്യുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ആസ്ക് എനിത്തിങ് എന്ന് പറഞ്ഞിട്ടുള്ളിടത്ത് നമ്മൾ മേക്ക് ഇറ്റ് ഗിബ്ലി പോർട്രേറ്റ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ഫോട്ടോ മേക്കിംഗ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്തിരി ടൈം എടുക്കും. അപ്പോൾ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബും ചെയ്യുക, ബെൽ ബട്ടനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എന്നോട് ചിലരൊക്കെ മെസ്സേജ് അയച്ചിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നത് എങ്ങനെ എഡിറ്റ് ചെയ്യുന്നതെന്ന്. അപ്പോൾ എന്തായാലും ഞാനൊരു വീഡിയോ ചെയ്ത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് സിമ്പിളല്ല. ഞാൻ ആദ്യം വിചാരിച്ചു ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആവുന്നു, പക്ഷെ അത് സിമ്പിളാണ്, ബട്ട് പവർഫുള്ളും ആണെന്ന് പറയുന്ന പോലെയാണിത്. എനിക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു, ChatGPT ഒരു ഗൂഗിളിലൊരു സൈറ്റ് ഉണ്ടല്ലോ അതാണ്, പക്ഷേ ആപ്പാണെന്ന് പിന്നെയാണ് എനിക്ക് മനസ്സിലായത്. പിന്നെയാണ് ഞാനത് ചെയ്യാൻ പഠിച്ചത്. ചിലരുടെ വീഡിയോസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, അതിൽ ChatGPT ഗോൺ റോങ് എന്ന് പറഞ്ഞിട്ട് ഓരോരുത്തർ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ചിലരുടെ ഫോട്ടോസ് സെറ്റായിട്ടൊക്കെ നല്ല രസത്തിലുണ്ടായിരുന്നു. എൻ്റെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ തംബ്നെയിലിൽ പിക്ക് കൊടുത്തിട്ടുള്ളത് അതാണ്. ഇതൊക്കെ എങ്ങനെയാവുമല്ലേ കണ്ടുപിടിക്കുന്നത്? ഓരോ ട്രെൻഡായിട്ട് ഇങ്ങനെ വരുന്നുണ്ട് റീൽസിലൊക്കെ. ഇതൊക്കെ സമ്മതിക്കണം എന്തായാലും. ഞാൻ ഇന്നലെ വീഡിയോ ചെയ്ത് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ക്യാപ്ഷൻ തപ്പി നടന്നിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റയിൽ. അത് കഴിഞ്ഞ് നോക്കിയപ്പോഴാണ് പിന്നെ ഇൻസ്റ്റ തുറന്നപ്പോൾ ഫുള്ള് ഇത് തന്നെ. സത്യം പറഞ്ഞാൽ പിന്നെ ഇൻസ്റ്റ തുറക്കാൻ പറ്റാത്ത അവസ്ഥയായി. ഇതിൽ നല്ല ക്രിയേറ്റീവായിട്ട് കൊടുത്തിട്ടുണ്ട്, നല്ല രസമുണ്ട് അല്ലേ കാണാൻ. അപ്പോൾ ഇവിടെ ഇമേജ് ക്രിയേറ്റഡ് എന്ന് പറഞ്ഞിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതാ എത്തിപ്പോയി. അപ്പോൾ ഈ പിക്ചർ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ ഇത് ഓപ്പൺ ആയിട്ട് വരുമ്പോൾ താഴെ സേവ് എന്ന് കാണാം. ആ സേവ് ക്ലിക്ക് ചെയ്യുക. സേവ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഗാലറിയിലേക്ക് ഡൗൺലോഡഡായി മാറും ഇമേജ്. അപ്പോൾ ലൈനുള്ളവരൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഫോട്ടോസൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ ആരാന്നൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഈ ട്രിക്ക് കൊള്ളാമല്ലേ? അപ്പോൾ ഞാൻ ഈ ചെയ്ത വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടായിരുന്നു ഞാൻ ചെയ്തത്. അപ്പോൾ ഇതുപോലെ ഓരോ വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ടാറ്റാ.